ശരീരത്തിലെ ജോയിൻസിൽ പെയിൻ അതുപോലെ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഇവിടെ റീഹാബിലിറ്റേഷന് വരുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഷോൾഡർ ജോയിൻറ്റ് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. കാര്യം ആളുകൾ ചോദിച്ചിട്ടുമുണ്ട്. കാര്യം ബാക്കിയുള്ള ജോയിൻസിൽ പെയിൻ വരുമ്പോൾ ഉള്ള ആ ഒരു അപ്രോച്ച് അല്ല ഷോൾഡർ ജോയിൻ്റ് ആയിട്ട് വരുമ്പോൾ. അതായത് കറക്റ്റ് അസസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്യാനും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സമയം എടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, അതായത് മുൻപത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, കാര്യം മറ്റ് ജോയിൻസിനെ വിട്ടിട്ട് എന്തുകൊണ്ടാണ് ഈ ഷോൾഡർ ജോയിൻസിൽ കൂടുതൽ ഇഞ്ചുറി പറ്റുന്നത് എന്നുള്ളത്. കാര്യം അത് ആ ജോയിൻറ്റിൻ്റെ കോംപ്ലക്സിറ്റിയാണ്. അതുപോലെ തന്നെ ഈ ജോയിൻറ്റിൻ്റെ കോംപ്ലക്സിറ്റി ഒന്നുകൊണ്ട് മാത്രമാണ് മറ്റുള്ള ജോയിൻസിനെ വെച്ച് നോക്കുമ്പോൾ ഷോൾഡർ ജോയിൻറ്റ് റീഹാബിലിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അതായത് അസസ്മെൻ്റ് ആയാലും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്യുന്നതായാലും, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് എക്സസൈസ് തെറാപ്പി, മൊഡാലിറ്റീസ്, മാനുവൽ തെറാപ്പി അതുപോലെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ജോയിൻസിനിട്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മുൻപത്തെ അതേ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതായത് നമ്മുടെ ആ ഒരു ജോയിൻറ്റ് മൊബിലിറ്റിയാണ്. ബാക്കിയുള്ള ശരീരത്തിലെ ഏത് ജോയിൻസിനേക്കാൾ കൂടുതൽ മൊബിലിറ്റി പല ഡയമെൻഷനിലും നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് മൊബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കൈമുട്ട് എടുക്കുകയാണെങ്കിൽ, കാൽമുട്ട് എടുക്കുകയാണെങ്കിൽ, അതുപോലെ ആംഗിൾ ജോയിൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മൊബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 2 ഡയമെൻഷൻ അല്ലെങ്കിൽ 2 പ്ലെയിൻ അല്ലെങ്കിൽ 3 പ്ലെയിൻ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടാവാം. പക്ഷേ ഷോൾഡർ ജോയിൻ്റ് ആണെങ്കിൽ മൾട്ടിപ്പിൾ പ്ലെയിനിലായിരിക്കും, അതായത് മൾട്ടിപ്പിൾ ഡയമെൻഷനിലായിരിക്കും ആ ജോയിൻസും കാര്യങ്ങളും വരുന്നുണ്ടാവാം. അപ്പോൾ ഇതുകൊണ്ടെല്ലാം തന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില പ്ലെയിനിലെ മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ചില പ്ലെയിനിലെ മൂവ്മെൻറ്റ് നമുക്ക് ഒന്നും കൂടെ ആക്റ്റീവ് ആക്കി എടുക്കേണ്ടതുണ്ടാവും. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കത് അസസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ.